നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അഡ്വക്കേറ്റ് പി നിർമ്മല ഷൊർണൂർ നഗരസഭ ചെയർപേഴ്സൺ. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച നിർമ്മല ചെയർപേഴ്സണായത് LDF പിന്തുണയോടെ. CPMലെ VK അനുരാജ് വൈസ് ചെയർമാൻ. ചെയർപേഴ്സൺ സ്ഥാനം SC വിഭാഗത്തിൽ സംവരണം ചെയ്ത ഒറ്റപ്പാലത്ത് CPMലെ MK ജയപ്സുതയെ എതിരില്ലാതെ തെരഞ്ഞെടുത്തു. വൈസ് ചെയർമാനായി K രാജേഷിന് രണ്ടാം ഊഴം. പാലക്കാട് നഗരസഭയിൽ BJPക്ക് ഹാട്രിക് ഭരണം. സ്മിതേഷ് ചെയർമാൻ. UDF ഭരണം തിരിച്ചുപിടിച്ച ചിറ്റൂരിൽ സുമേഷ് അച്യുതൻ ചെയർമാനായി ചുമതലയേറ്റു. പട്ടാമ്പിയിൽ UDFലെ TP ഷാജി. ലക്കിടി കൃഷിഭവൻ പരിധിയിലെ കൈപ്പയിൽ പാടശേഖരത്തിൽ ഓലകരിച്ചിലും മഞ്ഞളിപ്പും. രോഗബാധ വ്യാപകമായതോടെ കർഷകർ ആശങ്കയിൽ. 90 ഏക്കറോളം നെൽകൃഷി നാശഭീഷണിയിൽ. വാർത്തകൾ വിശദമായി. 2025-2030 വർഷത്തേക്കുള്ള ഷൊർണൂർ മുനിസിപ്പൽ ചെയർപേഴ്സണായി അഡ്വക്കേറ്റ് പി നിർമ്മലയെ തെരഞ്ഞെടുത്തു. CPMന്റെ 17 വോട്ടുകൾ ലഭിച്ചതോടെയാണ് ആകെ 18 വോട്ടുകൾ കരസ്ഥമാക്കി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച പി നിർമ്മല ഇത്തവണ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇതോടെ ഷൊർണൂരിൽ LDFന്റെ ഭരണം തുടരും. രാവിലെ 10:30 റിട്ടേണിംഗ് ഓഫീസർ സിജു തോമസിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിച്ചു. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച അഡ്വക്കേറ്റ് പി നിർമ്മലയെ CPMനൊപ്പം നിർത്തിയതോടെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ CPMലെ സൗമ്യ നിർദ്ദേശിക്കുകയായിരുന്നു. അനുരാജ് പിന്താങ്ങിയതോടെ പി നിർമ്മല ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിച്ചു. 12 അംഗങ്ങളുള്ള BJPക്കായി അഡ്വക്കേറ്റ് സിനി മനോജ് മത്സരിക്കാനെത്തിയപ്പോൾ 5 അംഗങ്ങളുള്ള കോൺഗ്രസിനായി T സീനയാണ് മത്സരരംഗത്ത് വന്നത്. ആകെ 18 വോട്ടുകൾ നേടിയ പി നിർമ്മലയെ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടതായി റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചു. രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ ആകെ വോട്ടുകൾ എന്ന് പറയുന്നത് 12+5 17 ആണ്. അതിനേക്കാൾ കൂടുതൽ വോട്ട് അഡ്വക്കേറ്റ് നിർമ്മല പി എന്ന സ്ഥാനാർത്ഥിക്ക് ലഭിച്ചു. അഡ്വക്കേറ്റ് നിർമ്മല പി തെരഞ്ഞെടുക്കപ്പെട്ടതായി അറിയിച്ചു. തുടർന്ന് റിട്ടേണിംഗ് ഓഫീസറിന്റെ സ്ഥാനത്തിൽ ചെയർപേഴ്സണായി പി നിർമ്മല സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഷൊർണൂർ മുനിസിപ്പൽ കൗൺസിലിലെ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് നിർമ്മല പി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട പി നിർമ്മലയെ നേതാക്കളായ MR മുരളി, S കൃഷ്ണദാസ്, ND ദിൻഷാദ്, P സിന്ധു തുടങ്ങിയവർ ഷാൾ അണിയിച്ച് അഭിനന്ദിച്ചു. ഇതിന് പിന്നാലെ പി നിർമ്മലയെ ADSന്റെയും CDSന്റെയും നഗരസഭാ സെക്രട്ടറിയുടെയും അഭിനന്ദനവുമുണ്ടായി. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂരിലെ മഞ്ഞക്കാട് 32-ാം വാർഡിൽ LDF വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച അഡ്വക്കേറ്റ് പി നിർമ്മല ഒടുവിൽ നഗരസഭയുടെ പുതിയ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു. CPMനൊപ്പം നിർത്തിയതോടെയാണ് പി നിർമ്മല ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് എത്തിയത്. എല്ലാവരെയും ഒപ്പം നിർത്തി ഷൊർണൂരിന്റെ വികസനത്തിനായി പ്രവർത്തിക്കുമെന്ന് പി നിർമ്മല പറഞ്ഞു. ഷൊർണൂരിലെ ഇത്തവണ കക്ഷിനില ഇങ്ങനെയായിരുന്നു. CPMന് 17, BJP 12, കോൺഗ്രസിന് 5, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി അംഗം. അഡ്വക്കേറ്റ് പി നിർമ്മല മഞ്ഞക്കാട് 32-ാം വാർഡിൽ LDF വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചാണ് എത്തിയത്. BJPയും കോൺഗ്രസും ഒറ്റക്കെട്ടായി നിന്ന് പി നിർമ്മലയെ ഒപ്പം നിർത്തി മത്സരിച്ചാൽ CPMന് ഭരണം നഷ്ടമായേക്കും. അതേസമയം 17 അംഗങ്ങളുള്ള CPMനാകട്ടെ പി നിർമ്മലയെ ഒപ്പം നിർത്തിയാൽ മാത്രമേ ഭരിക്കാൻ കഴിയൂ. പല ചർച്ചകളും നടന്നു. ഒടുവിൽ പി നിർമ്മലയെ CPMനൊപ്പം നിർത്താൻ തീരുമാനിക്കുകയായിരുന്നു. ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി തന്നെ CPM ഇവരെ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. CPMലെ 17 അംഗങ്ങളുടെ വോട്ടോടുകൂടി അഡ്വക്കേറ്റ് പി നിർമ്മല ചെയർപേഴ്സണായി കസാരയിലെത്തി. നിർമ്മലയുടെ സഹായത്താൽ 40 വർഷത്തെ ഇടതുകോട്ട തകരാതെ ഷൊർണൂരിൽ വീണ്ടും LDFന് തുടർഭരണം. അഭിനന്ദന പ്രവാഹവുമായി നേതാക്കളും CPM കൗൺസിലർമാരും ചെയർപേഴ്സന്റെ ചേംബറിലെത്തി. തന്നെ ഒപ്പം നിർത്തിയതിൽ CPM നേതാക്കൾക്ക് പ്രത്യേകം നന്ദി അറിയിച്ച് പി നിർമ്മല. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരെയും ഒപ്പം നിർത്തിക്കൊണ്ട് ഷൊർണൂരിന്റെ വികസനത്തിനായി താൻ പ്രവർത്തിക്കുമെന്ന്
ചെയർപേഴ്സൺ പി നിർമ്മല പറഞ്ഞു. നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഭരണസമിതി തുടങ്ങി വെച്ചത് വളരെ നന്നായി മുന്നോട്ട് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും ഒപ്പം നിർത്തി ഷൊർണൂരിന്റെ വികസനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നതിന് ഞാൻ ശ്രമിക്കുന്നതായിരുന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഷൊർണൂരിൽ CPM നേടിയ വിജയം ഷൊർണൂരിലെ ജനങ്ങളെയും CPM പ്രവർത്തകരെയും വഞ്ചിച്ചുകൊണ്ടുള്ള വിജയമാണെന്ന് BJP പാർലമെന്ററി പാർട്ടി നേതാവ് EP നന്ദകുമാർ പറഞ്ഞു. ഈ വിജയം CPM പരിശോധിക്കണമെന്നും അധികാരത്തിനു വേണ്ടി കുതിരക്കച്ചവടം നടത്തുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിതെന്നും നന്ദകുമാർ പറഞ്ഞു. ഷൊർണൂരിൽ ഇന്ന് CPM നേടിയ വിജയം എന്ന് പറയുന്നത് ഷൊർണൂരിലെ ജനങ്ങളെയും ഷൊർണൂരിലെ CPM പ്രവർത്തകരെയും വഞ്ചിച്ചുകൊണ്ടുള്ള വിജയമാണ്. ആ വിജയം എത്ര കൊണ്ട് അവർ ആഘോഷിച്ചാലും ഉള്ളിൽ തട്ടി അവർ സ്വയം പരിശോധിക്കാൻ അവർ തയ്യാറാവും. കോൺഗ്രസിൻ്റെ പാനലിൽ നിന്ന് മത്സരിച്ച് അവർക്ക് അധികാരം നിലനിർത്താൻ വേണ്ടി എന്ത് കുതിരക്കച്ചവടത്തിനും തയ്യാറാണ് എന്നതിൻ്റെ ഉദാഹരണമാണ് ഇന്ന് ഷൊർണൂർ സംഭവിച്ചത്. പാലക്കാട് നഗരസഭയിൽ BJPക്ക് ഹാട്രിക് ഭരണം. ചെയർമാനായി BJPയിലെ സ്മിതേഷ് തിരഞ്ഞെടുക്കപ്പെട്ടു. വൈസ് ചെയർപേഴ്സണായി BJPയിലെ ബേബിയെ തിരഞ്ഞെടുത്തു. 3 മുന്നണികളും മത്സരിച്ച ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ 25 വോട്ട് നേടിയാണ് BJPയിലെ സ്മിതേഷ് ചെയർമാൻ സ്ഥാനം ഉറപ്പിച്ചത്. സ്വതന്ത്രനായി വിജയിച്ച റഷീദ് ആദ്യഘട്ടത്തിൽ LDFനെയും രണ്ടാം ഘട്ടത്തിൽ UDFനെയും പിന്തുണച്ചു. 53 അംഗ നഗരസഭയിൽ BJP 25, UDF 18, LDF 9, സ്വതന്ത്രൻ 1 എന്നിങ്ങനെയാണ് കക്ഷിനില. BJPയിലെ സ്മിതേഷ്, UDFിലെ സാജോ ജോൺ, LDFിലെ രാധാകൃഷ്ണൻ എന്നിവരായിരുന്നു ചെയർമാൻ സ്ഥാനത്തിനായി മത്സരിച്ചത്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രന്റെ പിന്തുണയോടെ LDF സ്ഥാനാർത്ഥിക്ക് 10 വോട്ട് ലഭിച്ചെങ്കിലും രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൽ LDF വിട്ടുനിന്നു. രണ്ടാം ഘട്ടത്തിൽ സ്വതന്ത്രൻ റഷീദ് UDFനെ പിന്തുണച്ചു. രണ്ടാം ഘട്ടത്തിൽ BJPയിലെ സ്മിതേഷിന് 25ഉം UDFിലെ സാജോ ജോണിന് 19 വോട്ട് ലഭിച്ചതോടെ സ്മിതേഷിനെ ചെയർമാനായി പ്രഖ്യാപിച്ചു. 53 അംഗ നഗരസഭയിൽ ആർക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ലാത്തതിനാൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയിൽ BJP ഭരണം നിലനിർത്തുകയായിരുന്നു. കഴിഞ്ഞ 4 തവണയായി കൗൺസിലറായ സ്മിതേഷ് കഴിഞ്ഞ ഭരണസമിതിയിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. സഹകൗൺസിലർമാർ എന്നിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പരിപൂർണമായിട്ടും എന്നിൽ അർപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിക്കുമെന്നും പാലക്കാട് നഗരത്തിൻ്റെ സാധാരണക്കാരുടെയാവട്ടെ ഏതൊരു ആവശ്യങ്ങൾക്കും മുൻപന്തിൽ ഞാനും എൻ്റെ സഹകൗൺസിലർമാരും കക്ഷി രാഷ്ട്രീയ അതീതമായിട്ട് നിലകൊള്ളുമെന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രഖ്യാപിച്ചു. വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിലും ഇതേ രീതിയിലായിരുന്നു മത്സരം. വൈസ് ചെയർപേഴ്സണായി BJPയിലെ ബേബി തെരഞ്ഞെടുക്കപ്പെട്ടു. 4 തവണയായി കൗൺസിലറായിരുന്ന ബേബി കഴിഞ്ഞ ഭരണസമിതിയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്നു. സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ഡെപ്യൂട്ടി കമ്മീഷണർ S കിരണായിരുന്നു വരണാധികാരി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സണായി CPMലെ MK ജയസുധ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. SC വനിതാ വിഭാഗത്തിന് സംവരണം ചെയ്യപ്പെട്ട അധ്യക്ഷ പദവിയിലേക്ക് മത്സരിക്കാൻ UDFിലും NDAയിലും പ്രതിനിധികൾ ഇല്ലായിരുന്നു. UDF അംഗം ജയസുധയെ പിന്തുണച്ചത് ശ്രദ്ധേയമായി. BJP അംഗങ്ങൾ വിട്ടുനിന്നു. K രാജേഷ് വൈസ് ചെയർമാനായി തുടരും. ഒറ്റപ്പാലം നഗരസഭയിലെ 4ാം വാർഡ് തോട്ടക്കരയിൽ നിന്ന് വിജയിച്ച CPM അംഗം MK ജയസുധയാണ് എതിരില്ലാതെ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടത്. SC വിഭാഗത്തിന് സംവരണം ചെയ്യപ്പെട്ട അധ്യക്ഷ പദവിയിലേക്ക് മത്സരിക്കാൻ UDFിലും BJPയിലും പ്രതിനിധികൾ ഇല്ലാത്തതാണ് ഏകപക്ഷീയമായ വിജയത്തിന് വഴിയൊരുക്കിയത്. അതേസമയം CPM കൗൺസിലർ KK രാമകൃഷ്ണൻ നാമനിർദ്ദേശം ചെയ്ത ജയസുധയെ UDF അംഗം PMA ജലീൽ പിന്താങ്ങിയത് ശ്രദ്ധേയമായി. എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട MK ജയസുധ ചെയർപേഴ്സണായി സത്യപ്രതിജ്ഞ ചെയ്തു. ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ട AK ജയസുധ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരം അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. തന്നാൽ കഴിയും വിധം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് ജയസുധ പറഞ്ഞു. ചെയർപേഴ്സണായി എന്നെ തെരഞ്ഞെടുത്തതിന് എന്നാൽ കഴിയും വിധം ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എൻ്റെ പരമാവധി കഴിവ് ഉപയോഗിച്ച്
ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ BJP അംഗങ്ങൾ വിട്ടുനിന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പട്ടാമ്പി നഗരസഭാ ചെയർമാനായി TP ഷാജിയെ തിരഞ്ഞെടുത്തു. കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരിലേക്കും വികസനമെത്തിക്കുമെന്ന് TP ഷാജി പറഞ്ഞു. ചിറ്റൂർ തത്തമംഗലം നഗരസഭാ ചെയർമാനായി സുമേഷ് അച്യുതൻ സ്ഥാനമേറ്റു. UDF അധികാരം തിരിച്ചുപിടിച്ച നഗരസഭയിൽ ജനങ്ങൾക്കു നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുമെന്ന് സുമേഷ് അച്യുതൻ പറഞ്ഞു. 19 UDF അംഗങ്ങളുടെ പിന്തുണയോടെയാണ് സുമേഷ് അച്യുതൻ ചെയർമാൻ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. P. ലീല ഓപ്പൺ ഓഡിറ്റോറിയത്തിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങ്. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സെലീന സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് നടന്ന ചടങ്ങിൽ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ആശംസകൾ അർപ്പിച്ചു. K. അച്യുതൻ, DCC പ്രസിഡന്റ് A. തങ്കപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്ന് പ്രതിപക്ഷം വിട്ടുനിന്നു. കഴിഞ്ഞ കൗൺസിൽ നടപ്പാക്കിയ കക്കൂസ് മാലിന്യ പ്ലാന്റിന്റെ DPR നഗരസഭയ്ക്ക് മുന്നിൽ വെച്ച് UDF കൗൺസിലർമാർ കത്തിച്ചു. ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുമെന്ന് ചെയർമാൻ സുമേഷ് അച്യുതൻ പറഞ്ഞു. ജനവാസ കേന്ദ്രത്തിൽ വാട്ടർ ഫിൽട്ടർ പ്ലാന്റിന്റെ തൊട്ടടുത്ത് കക്കൂസ് മാലിന്യത്തിന്റെ പ്ലാന്റ് നിർമ്മിക്കുന്ന പദ്ധതി അതിന്റെ DPR കത്തിച്ച് നമ്മൾ അധികാരമേൽക്കെന്ന് പറഞ്ഞ് അതിപ്പോൾ DPR നമ്മൾ കത്തിച്ചു. ആ പദ്ധതി ജനങ്ങൾക്ക് ദ്രോഹമില്ലാത്തൊരു സ്ഥലത്തേക്ക് നമ്മൾ മാറ്റി സ്ഥാപിക്കാൻ ആദ്യത്തെ കൗൺസിൽ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ലക്കിടി പേരൂർ കൃഷിഭവന്റെ പരിധിയിലുള്ള കൈപ്പയിൽ പാടശേഖരത്തിൽ ഓലകരിച്ചിലും മഞ്ഞളിപ്പ് രോഗവും വ്യാപകമായതോടെ കർഷകർ കണ്ണീരിലാണ്. ഏകദേശം 45 ദിവസം പ്രായമായ നെൽകൃഷിയിലാണ് രോഗം വ്യാപകമായി ബാധിച്ചിരിക്കുന്നത്. 90 ഏക്കറോളം സ്ഥലത്താണ് രോഗബാധ വ്യാപകമായിരിക്കുന്നത്. ഉൽപാദനം നടക്കുന്ന സമയത്താണ് ഈ രോഗം ബാധിച്ചതിനാൽ വിളവിനെ സാരമായി ബാധിക്കുമെന്ന് കർഷകൻ കൂടിയായ കണ്ണൻ മാഷ് പറഞ്ഞു. കൈപ്പയിൽ പാടശേഖരത്തിൽ മൊത്തമായിട്ട് വ്യാപകമായിട്ട് ഓലകരിച്ചിലും മഞ്ഞളിപ്പും വന്നിട്ടുണ്ട്. ഇത് ഫംഗസിൻ്റെ ബാക്ടീരിയയുടെ ഒക്കെ ആക്രമണം കൊണ്ടാണ് ഇത് വരുന്നത്. ഇപ്പോൾ ഏതാണ്ട് നട്ടിട്ട് ഒരു 40-45 ദിവസത്തോളമായിട്ടുണ്ട്. ആ പ്രായത്തിലാണ് വരുന്നത്. ഇപ്പോഴാണ് ഈ നെല്ല് അതിൽ ചെടിയിൽ ഉൽപ്പാദനം പ്രോസസ്സ് നടക്കുന്ന സമയമാണ്. ഈ സമയത്ത് ഇത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വിളവിനെ അത് കാര്യമായി ബാധിക്കും. ഒരു നല്ലപോലെ ബാധിക്കും. ചെടി വാട്ടം വരികയൊക്കെ ചെയ്യും. അപ്പോൾ അതിനുള്ള പ്രത്യേകം ഫംഗസ് കുമിൾനാശിനികളാണ് ഇപ്പോൾ തളിച്ചാലേ അത് രക്ഷപ്പെടുകയുള്ളൂ. ഇത് ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ കാണുകയും കൃഷി ഓഫീസറെ കൊണ്ടുവന്ന് പരിശോധിക്കുകയും അവർ ശുപാർശ ചെയ്ത പ്രകാരം കുമിൾനാശിനികൾ ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. രോഗം കണ്ടപാടെ കൃഷി വകുപ്പിനെ വിവരം ധരിപ്പിക്കുകയും കൃഷി ഓഫീസർ സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തു. കൃഷി ഓഫീസറുടെ നിർദ്ദേശപ്രകാരം കുമിൾനാശിനി അടിക്കാനുള്ള ശ്രമം കർഷകർ ഊർജിതമാക്കിയിട്ടുണ്ട്. മരുന്നൊടിക്കാൻ 1 ഏക്കറിന് 2000 രൂപയോളം ചെലവ് വരുന്നുണ്ടെന്ന് കർഷകർ പറയുന്നു. ഏതായാലും കർഷകർ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. ഇക്കാര്യത്തിൽ കർഷകരെ സഹായിക്കാൻ സർക്കാർ ഇടപെടണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. അനധികൃത വെൽഡിംഗ് യൂണിറ്റുകളുടെ പ്രവർത്തനം നിരോധിക്കാൻ സർക്കാർ ഇടപെടണമെന്ന് കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ. അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ നടപടിയെടുക്കണമെന്നും ഭാരവാഹികൾ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 7ഓളം ലൈസൻസുകളെടുത്ത് നിയമപരമായി പ്രവർത്തിക്കുന്ന 600ഓളം എഞ്ചിനീയറിംഗ് യൂണിറ്റുകൾ അടച്ചുപൂട്ടലിന്റെ വക്കിലാണെന്ന് ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. തൊഴിൽ നികുതി അതുപോലെ തന്നെ പഞ്ചായത്തിലുള്ള പല മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് സ്ഥാപനം നടത്തുന്നത്. അതുപോലെ തന്നെ സ്ഥാപനം നടത്തണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ്. കാരണം തൊഴിലാളികളെ സംരക്ഷിക്കണം. പാലക്കാട് ജില്ലയിൽ തന്നെ തൊഴിലാളികളെ സംരക്ഷിക്കാനുള്ള പല പദ്ധതികളും ഞങ്ങൾ സംഘടനാ രൂപത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതൊന്നും നമുക്ക് നമ്മുടെ മെമ്പർമാർ നമ്മുടെ സ്ഥാപനത്തിൽ നിൽക്കാത്ത ഒരു അവസ്ഥ വരികയാണ്. കാരണം ഇന്ന് നമ്മുടെ ഇൻഡസ്ട്രിയൽ ഉടമകൾ ചെയ്യുന്ന അതിനേക്കാൾ കൂടുതൽ മെമ്പർമാരെ വെച്ചുകൊണ്ട് മൊബൈൽ ഒരു മാനദണ്ഡം പാലിക്കാതെ മൊബൈൽ വർക്ക്ഷോപ്പുകാരെ ഇറങ്ങി പ്രവർത്തിക്കുന്നത് കാരണം ഇന്ന് സ്ഥാപനങ്ങൾ പൂട്ടിയിടേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയാണ്. അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ് തലത്തിൽ നിന്നുണ്ടായാൽ മാത്രമേ ഞങ്ങളുടെ സംരംഭങ്ങൾ ഇനി ഞങ്ങൾക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അനധികൃതമായ എഞ്ചിനീയറിംഗ് വെൽഡിംഗ് യൂണിറ്റുകളും അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റവും വെൽഡിംഗ് എഞ്ചിനീയറിംഗ് മേഖലയെ തകർക്കുകയാണ്. വെൽഡിങ്ങിന് പകരം റെഡിമെയ്ഡ് ഉൽപ്പന്നങ്ങൾ വരുന്നതും പ്രതിസന്ധിയായി മാറി. അസംസ്കൃത വസ്തുക്കളുടെ വിതരണവും വിൽപ്പനയും സർക്കാർ മേഖലയിലാക്കുന്നത് സർക്കാരിന് വരുമാനവും വിലക്കുറവും ഉറപ്പാക്കും. സെപ്റ്റംബർ 29 ആലത്തൂരിൽ നടക്കുന്ന കൺവെൻഷന് ശേഷം മേഖലയുടെ സംരക്ഷണം ഉന്നയിച്ച് വിവിധ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ സെക്രട്ടറി G. സുധീർ, പ്രസിഡന്റ് പ്രസാദ് വർഗീസ്, ട്രഷറർ പ്രഭാകരൻ, ശശി ആലത്തൂർ, ഷിജു, ബാലൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പത്തിരിപ്പാല മൗണ്ട് സീന
ITIയിലെ NSS വിദ്യാർത്ഥികളുടെ സപ്തദിന സഹവാസ ക്യാമ്പ് തുടങ്ങി. ഡിസംബർ 30 വരെയാണ് ക്യാമ്പ്. മങ്കര പോലീസ് SI K വിജയൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സേവനം ചെയ്യണമെന്നുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായി നിങ്ങളിവിടെ ഒത്തുചേരാനും കാരണമായിട്ടുണ്ടെങ്കിൽ അതിനെ വലിയൊരു കൈയ്യടി അർഹിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. കാരണം നമുക്ക് ഒരുപക്ഷെ മറ്റേത് രംഗത്തേക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പരിപാടിയിലേക്കോ പോകാൻ മനസ്സ് കൊണ്ട് ആഗ്രഹിച്ചെങ്കിലും നമുക്കിവിടെ എത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും ഒരു അഭിനന്ദനം അർഹിക്കുന്ന സംഗതിയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്, നമുക്ക് അതിനുള്ള മനസ്സുണ്ടായെങ്കിൽ നിങ്ങൾ പാടിയ പോലെ നമുക്ക് ആ ഒരു മനസ്സ് ഉണ്ടാവാമെന്നുള്ളതാണ് അതിന് സത്യം. പ്രിൻസിപ്പൽ H സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. മാനേജിംഗ് കമ്മിറ്റി അംഗം നൌഷാദ് മുഹിയുദ്ദീൻ മുഖ്യപ്രഭാഷണം നടത്തി. മാനേജിംഗ് കമ്മിറ്റി അംഗം PA ഷംസുദ്ദീൻ, MP ജയപ്രകാശ്, ജാൻസി റാണി, മുഹമ്മദ് റോഷൻ എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം ഓഫീസർ PV വിപിൻ സ്വാഗതവും KA ഫാരിസ നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന ലൈഫ് സ്കിൽ ട്രെയിനിങ് കോങ്ങാട് ഫയർ സ്റ്റേഷൻ ഓഫീസർ NK ഷാജി നേതൃത്വം നൽകി. കലാവിരുന്ന്, ശുചീകരണം, മോട്ടിവേഷൻ ക്ലാസ്, നൈപുണ്യ വികസനം, സ്പോർട്സ്, പത്തിരിപ്പാല കാരുണ്യ ഭവന സന്ദർശനം തുടങ്ങിയവയാണ് സപ്തദിന സഹവാസ ക്യാമ്പിൽ ആവിഷ്കരിച്ചിരിക്കുന്നത്. KSFE ഷൊർണൂർ ശാഖയുടെ നേതൃത്വത്തിൽ കസ്റ്റമർ മീറ്റേഴ്സ് 2025 സംഘടിപ്പിച്ചു. ഗുണഭോക്താക്കളുടെ നിർദ്ദേശങ്ങളും കാഴ്ചപ്പാടുകളും പങ്കുവെക്കുന്നതിനായിരുന്നു ഇത്തരത്തിലുള്ള മീറ്റേഴ്സ് സംഘടിപ്പിച്ചത്. തോൽപ്പാവക്കൂത്ത് ആചാര്യൻ പത്മശ്രീ രാമചന്ദ്ര പുലവർ മീറ്റ് ഉദ്ഘാടനം ചെയ്തു. പ്രധാനപ്പെട്ട പങ്കാളിത്തം എന്ന് പറയുന്നത് കസ്റ്റമേഴ്സ് തന്നെയാണ്, യാതൊരു സംശയമില്ല. എന്നെ പത്മശ്രീ വരെ എത്തിച്ചത് കൂടി പ്രധാനമായ ഭാഗം കൂടി KFCക്കുണ്ട്. എന്നെയല്ല, എൻ്റെ കലയെ. കാരണം കുടുംബത്തിൽ ഞാനൊരു വീടില്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ 1998 തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പം അതുപോലെ തന്നെ ഇനി 1 കോടി എത്തണം, ഞാൻ അപ്പുറം പോകണം എന്നെല്ലാമുള്ള പറയുന്നത് കേട്ടു. അതെല്ലാം തീർച്ചയായിട്ടും അന്നത്തെ കാലഘട്ടത്തിൽ വ്യത്യസ്തമായിക്കൊണ്ട് ഇന്ന് വീടുകളിൽ പോവാതെ തന്നെ എല്ലാവരും KSFE ആശ്രയിച്ചുകൊണ്ടിരിക്കുകയാണ്. 56 വർഷം പിന്നിടുന്ന KSFE, ഈ നാടിന്റെ ധൈര്യം KSFE എന്ന മുദ്രാവാക്യം കേരള ജനത ഏറ്റെടുത്തതോടെ 1 ലക്ഷം കോടി രൂപയുടെ ബിസിനസ് എന്ന സുപ്രധാന നേട്ടം കൈവരിക്കാൻ KSFEക്ക് കഴിഞ്ഞു. ഉപഭോക്താക്കളുടെ കൂടുതൽ നിർദ്ദേശങ്ങളും കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കുന്നതിനായാണ് KSFE കസ്റ്റമർ മീറ്റ് സംഘടിപ്പിച്ചത്. ചടങ്ങിൽ പാലക്കാട് മേഖലാ കാര്യാലയം സീനിയർ മാനേജർ VH മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. ഇടപാടുകാരുടെ പ്രതിനിധികൾ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഷൊർണൂർ ശാഖാ മാനേജർ MP സുരേഷ് ബാബു സ്വാഗതവും ഡെപ്യൂട്ടി മാനേജർ MP സുധ നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ആത്മീയ സംഘടനയായ ഇസ്കോണിന്റെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് മാർച്ചിൽ തറക്കല്ലിടും. ക്ഷേത്ര നിർമ്മാണത്തിന്റെ പ്രചരണവും ഫണ്ട് സ്വരൂപിക്കലും ലക്ഷ്യമിട്ട് ഡിസംബർ 28 പാലക്കാട്ട് ലോഞ്ചിംഗ് സെറിമണി നടത്തുമെന്ന് ഇസ്കോൺ പ്രസിഡന്റ് മുരളി ഗോവിന്ദദാസ് പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇസ്കോണിന്റെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് മാർച്ചിൽ തറക്കല്ലിടും. പിരായിരി കണ്ണുകോട്ട് ക്ഷേത്രത്തിന് സമീപം 10 കോടി രൂപ ചെലവിലാണ് ക്ഷേത്രം നിർമ്മിക്കുന്നത്. 4 വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാകുന്ന ക്ഷേത്രത്തിൽ തിയേറ്റർ, താമസം ഉൾപ്പെടെ ആത്മീയത സാർത്ഥകമാക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും. ഓരോ വർഷവും 500 വീടുകളിൽ ഭഗവത്ഗീത എത്തിച്ച് കൃഷ്ണോപദേശം പഠിപ്പിക്കുന്ന സൗജന്യ പദ്ധതിക്കും 28-ന് തുടക്കം കുറിക്കും. മൂത്താൻതറ കണ്ണകിയമ്മൻ ക്ഷേത്ര പരിസരത്തെ 500 വീടുകളാണ് പദ്ധതിക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ജനിമൃതികളില്ലാത്ത ശാശ്വതവും ആനന്ദകരവും അനുഗ്രഹപൂർണവുമായ ജീവിതമാണ് ഇസ്കോൺ ലക്ഷ്യമിടുന്നതെന്നും മുരളി ഗോവിന്ദദാസ് പറഞ്ഞു. ഈ ക്ഷേത്ര നിർമ്മാണത്തിന്റെ തറക്കല്ലിടുന്ന ചടങ്ങ് വരുന്ന മാർച്ചിൽ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. ആ ഡേറ്റും കൂടെ മാക്സിമം നമ്മൾ ഈ ദിവസം ഞായറാഴ്ച നമ്മൾ പ്രഖ്യാപിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ ഇതിന്റെ അന്ന് തന്നെ 2ാമത് കാര്യപരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൂത്താന്തറയിൽ കണ്ണകിയമ്മൻ ക്ഷേത്രത്തിൽ നമ്മൾ നേരത്തെ തന്നെ പ്രസ് മീറ്റിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം തന്നെയാണ്. ഗീതാ ജയന്തിയോടനുബന്ധിച്ച് നമ്മൾ ഗീതാ ഗ്രാമം തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ വർഷം നമ്മൾ ഓരോ ഗീതാഗ്രാമം 500-ലധികം വീടുകൾക്ക് ഭഗവത്ഗീത ദാനമായി കൊടുത്തവരെ ഗീത പഠിപ്പിക്കുന്ന പദ്ധതിയാണ്. അതിൽ 1ഉം 2ഉം പദ്ധതികൾ കഴിഞ്ഞ 2 വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വർഷം നമ്മൾ 25-ല് തിരഞ്ഞെടുത്ത ഗ്രാമം മൂത്താന്തര ഗ്രാമമാണ്. അതിൽ നമ്മൾ 500 വീടുകൾ കണ്ണകിയമ്മൻ ക്ഷേത്രമായിട്ട് അനുബന്ധിച്ചുള്ള വീടുകളിൽ 500 വീടുകളിൽ സന്ദർശനം നടത്തി അവരെ ഈ പരിപാടിയിലേക്ക് അംഗമാക്കിയിട്ടുണ്ട്. ഗോകുലപതി ഗോവിന്ദദാസ്, മനോജിത മധുസൂദനദാസ്, ഡോക്ടർ കൃഷ്ണ പ്രിയ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
അഡ്വക്കേറ്റ് പി നിർമ്മല ഷൊർണൂർ നഗരസഭ ചെയർപേഴ്സൺ. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച നിർമ്മല ചെയർപേഴ്സണായത് LDF പിന്തുണയോടെ. CPMലെ VK അനുരാജ് വൈസ് ചെയർമാൻ. ചെയർപേഴ്സൺ സ്ഥാനം SC വിഭാഗത്തിന് സംവരണം ചെയ്ത ഒറ്റപ്പാലത്ത് CPMലെ MK ജയസുധയെ എതിരില്ലാതെ തെരഞ്ഞെടുത്തു. വൈസ് ചെയർമാനായി K രാജേഷിന് രണ്ടാം ഊഴം. പാലക്കാട് നഗരസഭയിൽ BJPക്ക് ഹാട്രിക് ഭരണം. സ്മിതേഷ് ചെയർമാൻ. UDF ഭരണം തിരിച്ചുപിടിച്ച ചിറ്റൂരിൽ സുമേഷ് അച്യുതൻ ചെയർമാനായി ചുമതലയേറ്റു. പട്ടാമ്പിയിൽ UDFലെ TP ഷാജി. ലക്കിടി കൃഷിഭവൻ പരിധിയിലെ കൈപ്പയിൽ പാടശേഖരത്തിൽ ഓലകരിച്ചിലും മഞ്ഞളിപ്പും. രോഗബാധ വ്യാപകമായതോടെ കർഷകർ ആശങ്കയിൽ. 90 ഏക്കറോളം നെൽകൃഷി നാശഭീഷണിയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.